നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ ഗൂഢാലോചനയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പക്ഷേ ഭീകരർക്ക് തെറ്റിപ്പോയത് അന്വേഷണ സംഘം ചിലരെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇവർക്ക് പിഴവ് സംഭവിച്ചത്. വലിയൊരു ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. ഈ കഴിഞ്ഞ ദീപാവലി സ്ഫോടനം നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോകുകയായിരുന്നു. തുടർന്നാണ് ഡൽഹിയിൽ ഒരു സ്ഫോടനത്തിന് ഇവർ കോപ്പ് കൂട്ടുന്നത്. എന്നാൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ കാണിച്ച ചില മണ്ടത്തരങ്ങളാണ് മറ്റു ഭീകരരിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ച വെള്ള ഹ്യുണ്ടായി i20 കാറ് ഏകദേശം 12 ദിവസത്തോളം ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഹ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ചാവേറെന്ന് സംശയിക്കുന്ന ഉമർ നബി ആക്രമണം നടന്ന നവംബർ 10 രാവിലെ പരിഭ്രാന്തനായി കോളേജ് ക്യാമ്പസിൽ നിന്ന് കാറ് പുറത്തേക്ക് ഓടിച്ചു പോയി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് കൂട്ടാളികളായ മറ്റ് ഡോക്ടർമാരെ അന്വേഷണ സംഘം, അതായത് കശ്മീർ പോലീസ് ഉൾപ്പെട്ട സംഘം പിടികൂടിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, തങ്ങളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു എന്ന്. ഇവർ അറസ്റ്റിലായതോടെ കാറിലുണ്ടായിരുന്ന, അതായത് ഈ കാറിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഒരാക്രമണത്തിന് ഇവർ കോപ്പ് കൂട്ടുകയായിരുന്നു. 350 കിലോ RDX അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നല്ലോ. ബാക്കി ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഡൽഹിയിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ കാറിൽ മറ്റ് ചില വിവരങ്ങൾ ഉമറുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിനുള്ള ചില രേഖകൾ ഈ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യം ഉമർ ഓർത്തില്ല. ഈ ചാവേറായി പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാം കത്തിക്കരിഞ്ഞു പോകും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നിരിക്കണം. അല്ലെങ്കിൽ കാറിൽ ചില രേഖകൾ ഉണ്ടായിരുന്നത് ഉമറിന് പെട്ടെന്നുള്ള ആ പരിഭ്രാന്തിയിൽ ഓർത്തിട്ടുണ്ടാകില്ല. ഡോക്ടർ ഉമർ ഒക്ടോബർ 29 ഫരീദാബാദിലെ കാർ ഡീലറായ സോനുവിൽ നിന്നാണ് കാർ വാങ്ങിയത്. അതേ ദിവസം തന്നെ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിനായി കാർ കൊണ്ടുപോയിരുന്നു. സോനുവിന്റെ ഓഫീസായ റോയൽ കാർ സോണിന് സമീപമുള്ള പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിനരികിൽ HR 26 CE 7674 എന്ന നമ്പർ പ്ലേറ്റുള്ള കാർ പാർക്ക് ചെയ്തിരിക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടെ നിന്ന് ഉമർ കാർ അൽഫലാഹ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ സ്വിഫ്റ്റ് ഡിസയർ കാറിനടുത്തായിട്ടായിരുന്നു ഈ കാറും പാർക്ക് ചെയ്തിരുന്നത്. ഷക്കീലിന്റെ കാറ് ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരുടെ കാറിൽ നിന്നാണ് AK-47 റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത്. ഒക്ടോബർ 29 മുതൽ നവംബർ 10 വരെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തന്റെ അടുത്ത സഹായികളായ ഡോക്ടർ മുസമിൽ ഷക്കീല്, അദീൽ അഹമ്മദ് റാത്തർ എന്നിവരുടെ അറസ്റ്റിനെ തുടർന്ന് നബി പരിഭ്രാന്തി പിടിച്ച് നെട്ടോട്ടം ഓടുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഈ കാർ എടുത്തുകൊണ്ടു പോകുകയായിരുന്നു. ചാന്ദിനി ചൌക്കിലെ സുനേരി മസ്ജിദ് പാർക്കിംഗ് ലോട്ടിൽ നിർത്തുന്നതിന് മുൻപായി വാഹനം കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും കണ്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:19 കാറ് പാർക്കിംഗ് ലോട്ടിലേക്ക് പ്രവേശിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചാവേറെന്ന് സംശയിക്കുന്ന ആളുടെ കൈ ജനലിൽ വെച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. വൈകുന്നേരം 6:30 വരെ വാഹനം പാർക്കിങ്ങിൽ നിന്ന് പുറത്തു പോയില്ല. കാർ ഓടിച്ചിരുന്നത് എന്ന് കരുതുന്ന ഉമർ ഒരു നിമിഷം പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങിയതുമില്ല. ഉമറിന്റെ സുഹൃത്തുക്കളായ മുസമിലും അദീലും അറസ്റ്റിലായതോടുകൂടിയാണ് ഉമർ തന്നെ ഈ ഒരു പദ്ധതി നടപ്പാക്കുകയായിരുന്നു. അതായത് മറ്റാരോടും ചോദിക്കാതെ തിടുക്കപ്പെട്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു ഡൽഹിയിൽ നടത്തിയ ആ ആക്രമണം. ലക്നൌ സ്വദേശിയായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ ഇപ്പോൾ തുടങ്ങിയ വനിതാ ഭീകര ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനായി സയ്യിദ് രഹസ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരർ നടത്തിയ ഈ സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും സംശയം ബലപ്പെടുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ഉയർന്ന തീവ്രതയും ആഘാത രീതിയും കണക്കിലെടുത്താണ് ഇത്തരമൊരു സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത സംശയിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുന്നു.
NIA അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ മറ്റ് കണ്ണികളെ കണ്ടെത്തുന്ന നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായി കൃത്യമായി ബന്ധമുണ്ട് എന്നുള്ളത് NIAക്ക് വ്യക്തമായിട്ടുണ്ട്. ഇവിടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ആക്രമണം ഭയക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനും കൃത്യമായിട്ടറിയാം ഇതിന് പിന്നിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തന്നെ ഇരച്ചു കയറും എന്നുള്ളത്. പാക് ചാര സംഘടനയ്ക്കും പാകിസ്ഥാൻ പട്ടാളത്തിനുമെല്ലാം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ജെയ്ഷെ മുഹമ്മദിന് ഇപ്പോൾ ഫണ്ടിംഗ് നടത്തുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്. തുടർന്നാണ് ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ അവരുടെ ഒരു വനിതാ ഗ്രൂപ്പ് കൂടി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു സംഘം പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവരുടെ വേരുറപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ സ്ഫോടനം നടത്തുന്നതിന്റെ ദിവസങ്ങളിലൊക്കെ തന്നെ ഉമറിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നത് ഉമറും കൂട്ടാളികളും ഒക്കെ ചെങ്കോട്ടയ്ക്ക് സമീപം ദിവസങ്ങളായി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്ഫോടനത്തിന് വേണ്ടിയുള്ള ഒരു സ്പോട്ട് ഇവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞാലേ വ്യക്തമാകുകയുള്ളൂ. സ്ഫോടനം നടത്തിയ ഉമർ 11 മണിക്കൂർ ദില്ലിയിലുണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയി എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.